അടുത്ത കാര്യമാണ് എങ്ങനെയാണ് ഇതിനകത്ത് ജോയിൻ ചെയ്ത് ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ലഭിക്കുന്നത്. ഒത്തിരി പേര് പെട്ടെന്ന് തന്നെ ഇത് കണ്ടു കഴിയുമ്പോൾ ഫോൺ വിളിച്ച് ചോദിക്കുകയാണ്, ഒരു സഹായം ചെയ്യാമോ, ഞാനിങ്ങനെ കഷ്ടത്തിലാണ്, ഇന്ന പ്രശ്നത്തിലാണ്, എൻ്റെ കൊച്ചിന് ഫീസ് കൊടുക്കാൻ നിർത്തിയില്ലാതെ ഭാരപ്പെടുകയാണ്, അതുപോലെ തന്നെ ഞാൻ രോഗിയാണ് എന്നിങ്ങനെയൊക്കെയുള്ളതായ കാര്യങ്ങൾ, ഒത്തിരി ആവശ്യങ്ങളുമായിട്ട്, വീടില്ലാതെ ഭാരപ്പെടുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്നതായിട്ട് നൂറുകണക്കിന് അനുഭവങ്ങൾ ഉണ്ട്. എന്നാൽ ഞാൻ നിങ്ങളോട് സ്നേഹബുദ്ധിയാ പറയട്ടെ, ഇത് അങ്ങനെ ഇൻസ്റ്റൻ്റായിട്ട് നിങ്ങൾ വിളിച്ച് ചോദിക്കുമ്പോൾ ഫണ്ട് തന്ന് അതിലൂടെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമല്ല. കൃത്യമായി ഇത് മോണിറ്റൈസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുന്നവർക്ക് മാത്രമേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സഹായങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. നിങ്ങൾ ഇതിൽ പേര് രജിസ്റ്റർ ചെയ്യണമെന്നുള്ളത് വളരെ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. പേര് രജിസ്റ്റർ ചെയ്യാനുള്ളതായ മാനദണ്ഡങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യണം. കൂടാതെ ആ പേര് രജിസ്റ്റർ ചെയ്തതിന് ശേഷം അതിൻ്റെ റൂൾസ് അനുസരിച്ച് ഉള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് തയ്യാറാകണം. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ ഇതിൽ നിങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാവുകയും നിങ്ങളുടെ ആവശ്യങ്ങളുടെ മേൽ ഞങ്ങൾക്ക് പ്രവർത്തിക്കാനായിട്ടും കഴിയുകയുള്ളൂ. അപ്പോൾ തന്നെ രണ്ടാമത്തെ ചോദ്യമാണ്, എങ്ങനെയാണ് ഇത്രയും വലിയൊരു പ്രസ്ഥാനം നടത്തിക്കൊണ്ടുപോകുവാൻ, ഇത്ര വലിയൊരു പദ്ധതിയെ എങ്ങനെയാണ് നടത്തി ജനങ്ങളിലേക്ക് ഒരു സഹായം എത്തിക്കുവാനായിട്ട് കഴിയുന്ന മെത്തേഡ് എന്താണ്? ഷുവർ, അതൊരു പ്രോപ്പറായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഫണ്ട് എന്ന് പറയുന്നത് ഔദാര്യമായിട്ടുള്ള ഫണ്ടുകൾ ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. ഇതിന് നമുക്ക് ATG ഉണ്ട്. നിങ്ങൾക്കറിയാം, ക്രൗഡ് ഫണ്ടിങ് സ്വീകരിക്കുന്നതിന് ATGയുടെ ആവശ്യമുണ്ട്. ടാക്സ് എക്സംഷൻ കിട്ടിയെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫണ്ടുകൾ ഓരോരുത്തർക്കും നൽകുവാനായിട്ട് കഴിയുള്ളൂ. ഫ്രീ ആയിട്ടല്ലാതെ വാരിക്കൊരു കൊടുക്കുന്നവർ വളരെ കുറവാണ്. അപ്പോൾ അവർക്ക് ടാക്സ് എക്സംഷൻ ലഭിക്കുമെങ്കിൽ അത് അവർക്കൊരു ഗുണകരമായിട്ടുള്ളൊരു കാര്യം കൂടെയാണ്. അതോടൊപ്പം തന്നെ ഇത്തരമൊരു പ്രവർത്തനത്തെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത് കൃത്യമായിട്ടുള്ള മോണിറ്റൈസേഷൻ നടക്കുന്നത് കൊണ്ട് അർഹതപ്പെട്ടവരിലേക്ക് എത്തുമെന്നുള്ള വിശ്വാസം ജനത്തിനുണ്ടാവുകയും ഫണ്ട് നൽകുവാനായിട്ട് ഇടയായിത്തീരുകയും ചെയ്യും. അതങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഇത് അറിഞ്ഞ് മുൻപോട്ട് വരുന്നവർ ധാരാളം പേര് അങ്ങനെയുള്ളതായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ വിളിക്കുകയും സഹകരിക്കുകയും ചെയ്തു വരിക. എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപയുടെ ഫണ്ടുകളൊന്നും ശേഖരിക്കപ്പെടുകയോ അല്ലെങ്കിൽ അത്രത്തോളം വലിയ പ്രോജക്റ്റുകളോ അല്ലെങ്കിൽ വലിയ കാര്യങ്ങളോ ചെയ്യുവാനായിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ജനം ഇത് അറിഞ്ഞുകൊണ്ടിരിക്കുക. ഇതൊരു പ്രോപ്പറായിട്ടുള്ള ചാനലാണ്, പ്രോപ്പറായിട്ടുള്ള പ്രവർത്തനമാണെന്ന് ജനം കണ്ടറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതായ ഒരു സമയമാണ്. ഇത് ജനങ്ങളിലേക്ക് എത്തണം. ജനങ്ങളിലേക്ക് എത്തിച്ചെങ്കിൽ മാത്രമാണ് ഇത് ഉദ്ദേശിക്കുന്നതായിട്ടുള്ള ടാർഗറ്റിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ അത് സാധ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് പേര് രജിസ്റ്റർ ചെയ്ത് മുമ്പോട്ട് വരുന്നവർ അവർ തന്നെ അവരുടേതായിട്ടുള്ള നിലയിൽ അതിൻ്റെ പങ്കാളിത്തം വഹിക്കുവാനായിട്ട് കഴിയും. അവരും അതിനകത്ത് ചെറിയ അവരാൽ കഴിയുന്നതായിട്ടുള്ള, അപ്പോൾ അധികം പേരും എന്തെങ്കിലും ചിട്ടിയൊക്കെ കൂടി പൈസ ഉണ്ടാക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ബാങ്കിൽ നിക്ഷേപിച്ച് പൈസ ഉണ്ടാക്കുന്നവരുണ്ട്. പലിശ കിട്ടാൻ വേണ്ടിയിട്ട് ഇച്ചിരിയുള്ള പൈസയാണെങ്കിലും അത് ബാങ്കിൽ നിക്ഷേപിച്ചിട്ട് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നവരുണ്ട്, ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി. പക്ഷേ ഞാൻ നിങ്ങളോട് പറയാം, ഞാൻ അതിനെയൊന്നും നിരുത്സാഹപ്പെടുത്തുകയല്ല, അതിനെയൊന്നും തെറ്റായൊരു മാർഗമായിട്ടും ചിത്രീകരിക്കുകയല്ല. മറിച്ച് യൂണിയൻ ഓഫ് ചാരിറ്റി ആയിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് ഒരു സഹായം വേണ്ടി വരും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കഴിയുന്ന ഒരു ചെറിയ ഫണ്ടുകൾ അതിനകത്ത് നിക്ഷേപിക്കുക. അതായത് ദിവസം നിങ്ങൾക്ക് 100 രൂപയാണോ ചെയ്യാനായിട്ട് പറ്റുക,
ചെയ്യാം. ഇല്ല 50 രൂപയാണോ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുക, 10 രൂപ മുതലുള്ളതായ ചെറിയ ചെറിയ ഫണ്ടുകൾ വരെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അതിനകത്ത് നിക്ഷേപിക്കാം. നിങ്ങളത് നിക്ഷേപിക്കുന്ന തുകയുടെ കണക്ക് തീർച്ചയായിട്ടും നിങ്ങൾ സൂക്ഷിക്കുക. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഓഫീസ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാകും. അപ്പോൾ നിങ്ങളുടെ റെക്കോർഡ് അത് വർദ്ധിച്ചു കൊണ്ടിരിക്കും. നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ചുള്ളതായ കൃത്യമായ റെക്കോർഡ് ഇവിടെ ഓഫീസിലുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരാവശ്യം വരുന്ന സമയത്ത് അതിൻ്റെ പീരീഡ് ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു പീരീഡ് നിശ്ചയിച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് എന്തെങ്കിലും സഹായങ്ങൾ നൽകുന്നത്. അപ്പോൾ ആ പീരീഡ് കവർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിനകത്ത് പറഞ്ഞിരിക്കുന്ന റൂൾസ് അനുസരിച്ച് നിങ്ങൾ ആവശ്യപ്പെടുന്നതായിട്ടുള്ള ആ ആവശ്യത്തിന് ചെയ്തു കൊടുക്കുവാനുള്ള പീരീഡ് മെച്ചുവർ ആയെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ അക്കൗണ്ട് പരിശോധിക്കും. നിങ്ങൾ എങ്ങനെയാണ് ഇതുമായിട്ട് സഹകരിച്ചിട്ടുള്ളത്, നിങ്ങൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കംപ്ലീറ്റ് ഫോളോ ചെയ്തിട്ടുണ്ടോ, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തിരിക്കുന്നതനുസരിച്ചുള്ളതായിട്ട് നിങ്ങൾക്ക് അതിന് ഓരോ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നിശ്ചിതമായിട്ടുള്ളൊരു ടാർഗറ്റ് തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ അത്രത്തോളം ഒന്നും ചെയ്യാനായിട്ട് ഫണ്ടില്ലാത്ത പക്ഷം ഒരു കാരണവശാലും നിങ്ങൾ നിരാശരാകേണ്ടി വരത്തില്ല. നിങ്ങൾ സഹകരിച്ചിട്ടുള്ളതിനേക്കാളും ഏറിയതായിട്ടുള്ള ഒരു എമൗണ്ട് തന്ന് നിങ്ങളെ സഹായിക്കുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ഈ പ്രസ്ഥാനത്തിലുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് ആവോളം സർവീസുകൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾ ഓഫീസുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുക. അപ്പോൾ ആ നിലയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിത്തം തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഈ യൂണിയൻ ഓഫ് ചാരിറ്റി ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് സർവീസിന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനായിട്ട് മറ്റുള്ളവരോട് സംസാരിക്കുക. മറ്റുള്ളവർക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നതായിട്ട് ആ ബ്ലോഷർ കാണിച്ചു കൊടുത്ത് അത് അവരോട് സ്കാൻ ചെയ്യാനും കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് ഓഫീസുമായിട്ട് ബന്ധപ്പെടുവാൻ നിങ്ങൾ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുക. അങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്ന ബന്ധങ്ങളിലേക്ക് അതുപോലെ ആരോട് വേണമെങ്കിലും ഇത് നിങ്ങൾക്ക് പറയാം. കാരണം ഇത് കൃത്യമായിട്ടുള്ള ലീഗൽ പേപ്പേഴ്സ് എല്ലാം ഉള്ള ഒരു ഓതറൈസ്ഡ് പ്രസ്ഥാനമാണ്. അപ്പം അതുകൊണ്ട് അത് നിങ്ങൾക്ക് മറ്റുള്ളവരിലേക്ക് പറയുന്നതിനൊന്നും ഒരു ഭയത്തിൻ്റെയും ആവശ്യമില്ല. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഈ ക്ലിപ്പും വൈൻഡപ്പ് ചെയ്യാം. അതായത് ഇതുപോലുള്ളതായിട്ടുള്ള സഹായ പദ്ധതികളും മറ്റ് പ്രവർത്തനങ്ങളും ഒക്കെ ധാരാളം നടന്നിട്ട് അതിനകത്തൂടെ ജനം ചീറ്റ് ചെയ്യപ്പെട്ടതായിട്ടുള്ളൊരു ഭയം നമ്മുടെ രാജ്യത്ത് തീർച്ചയായിട്ടും ഉണ്ട്. അതിന് ഞാൻ നിഷേധിക്കുന്നില്ല. സംശയങ്ങൾ, ഭയം ഇതെല്ലാം അത്യാവശ്യമാണ്. കാരണം നമ്മൾ വഞ്ചിതരാകരുത്. അപ്പോൾ തന്നെ കൃത്യമായൊരു ഗ്യാരണ്ടി നിങ്ങൾക്ക് വാക്കാൽ തരുന്നതോടൊപ്പം നിങ്ങൾക്കത് പരിശോധിക്കാം. തീർച്ചയായിട്ടും പരിശോധിക്കാം. ഇതങ്ങനെ ഉള്ളതായ എല്ലാ ലീഗൽ പേപ്പറുകളും ഉള്ളതാണോ, ടെസ്റ്റ് മണി, അതുപോലെ തന്നെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ളതായ രേഖകൾ കൃത്യമായിട്ടുണ്ടോ, ഇത് മോണിറ്റൈസ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്, അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം, ഓഫീസുമായിട്ട് സംസാരിക്കാം. ഒരു കാരണവശാലും നിങ്ങൾ ചീറ്റ് ചെയ്യപ്പെടത്തില്ല എന്നുള്ളതായ ഒരു ഗ്യാരണ്ടി വാക്കാൽ ഞാൻ പറയുകയാണ്. കാരണം ആരും നിങ്ങളെ വഞ്ചിക്കുകയില്ല. അങ്ങനെയുള്ളതായിട്ടുള്ള ഒരു തമാശകളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുകയുമില്ല. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ പരിശ്രമത്തിൻ്റെ ഫലം ഒരിക്കലും നഷ്ടമാവുകയോ വഞ്ചിതരാവുകയോ ചെയ്യുകയില്ല എന്നുള്ളതായ ഉറപ്പ് ഞങ്ങൾ തരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്കൊരുമിച്ച് കൈകോർത്തുകൊണ്ട് ഒരു വലിയ പദ്ധതിയുടെ പൂർത്തീകരണത്തിലേക്ക് ചെന്നെത്താനായിട്ട് നമ്മുടെ പരിശ്രമങ്ങൾ നടക്കട്ടെ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ ഈ ക്ലിപ്പും ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ഓഫീസുമായിട്ട് ബന്ധപ്പെടാം. തീർച്ചയായിട്ടും ഞാനുമായിട്ട് സംസാരിക്കാനുള്ളതായ സാഹചര്യങ്ങളെയും തീർച്ചയായിട്ടും ലഭിക്കും. നിങ്ങൾക്ക് എത്ര സംശയങ്ങളുണ്ടോ അവയെല്ലാം നിവാരണം ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഒരുമിച്ച് കൈകോർത്ത് മുൻപോട്ട് പോകാം. എല്ലാവരും ഹാപ്പിയായിരിക്കുക. തീർച്ചയായിട്ടും ഇപ്പോൾ ഞാനിവിടെ പൂനെയിൽ ഇന്ന് രാവിലെ ഇവിടെ നടക്കുക. 2 ദിവസം കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിൽ ഉണ്ടാകും. അപ്പോൾ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം നടക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. എല്ലാവരിലേക്കും ഇതിനെക്കുറിച്ചുള്ളതായ അവയർനെസ് നൽകാനുള്ള പരിശ്രമമാണ്. അത് നിങ്ങളുടെയും കൂടെ സഹകരണം ഉണ്ടാകട്ടെ. ഗോഡ് ബ്ലസ് യു.